കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ അധികം മസാല ഒന്നും ഇല്ലാത്തൊരു കിഡിലൻ ബിരിയാണിയുടെ റെസിപ്പി പിടിച്ചാലോ. ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കുന്ന ഒരു അടിപൊളി ബിരിയാണി കേട്ടോ. ഒരിക്കലും മടുപ്പ് വരാത്തൊരു ബിരിയാണി. അപ്പോൾ ഇതിന് ഉണ്ടാക്കാൻ പൊരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇതേ മസാലയൊക്കെ കമ്മിയാണ് കേട്ടോ. വേറെ ലെവലൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോറുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് അരിയുടെ, നമ്മൾ എടുത്ത അരിയുടെ ഇരട്ടി വെള്ളമാണ് കേട്ടോ നമ്മൾ അളന്നിട്ട് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അടുത്ത് നമുക്കേ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പൈസസ് പറയാൻ നമ്മളിതേ കുരുമുളക് ഉണ്ട്, പിന്നെ പെരിഞ്ചീരകം ഉണ്ട്, പിന്നെ ഇതേ കുറച്ച് കറുവപ്പട്ട, പിന്നെ ഏലമുണ്ട്, അങ്ങനെ ഈ സംഭവം കേട്ടോ. കറുവപ്പട്ട ഉണ്ട്, നമുക്കൊക്കെ കൂടി കരയാമ്പൂ കേട്ടോ. ഒക്കെ കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്തിലോട്ടെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവ് അധികം കൂടണ്ട. നമ്മൾ 1 സ്പൂണ് നെയ്യാണ് കേട്ടോ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അടുത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അതിന് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട്, കാരണം അരിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കേ ഒന്ന് അടച്ച് വെച്ചിട്ട് തിളയ്ക്കാൻ വിടണം കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. നമ്മളെ വെള്ളം നല്ല തിളച്ച് വന്നുണ്ട് കേട്ടോ. കുറച്ച് വിനീഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വിനീഗറിൻ്റെ അളവ് പോകണ്ട, അങ്ങനെ അരി ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ വിനീഗർ ഒഴിക്കുന്നത്. അത് നമ്മളെ കഴുകി വെച്ച അരി ഇടാം കേട്ടോ. നമ്മൾ ഏകദേശം 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇതിൽ നോർമലായിട്ട് ചെറിയ അരിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ജീരശാല അരി പറയും. അതാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക. വലിയ അരി ആണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ അരി എടുക്കുന്നതാണ് നല്ലത്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. സംഭവം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കതേ ഒന്ന് അടച്ച് വെച്ച് അരി ഒന്ന് നല്ലപോലെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം, എന്നിട്ട് വേവിക്കാം. ഇതേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആഹാ, ചോറ് നല്ലപോലെ ആയി വന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളിയായി വെന്ത് വന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റാം. അത് നമുക്ക് സംഭവം എടുത്ത് മാറ്റാം കേട്ടോ. ചോറ് നല്ലപോലെ ആയിട്ടുണ്ട്. അടുത്ത് നമുക്കേ ഇതിൻ്റെ മസാല ഉണ്ടാക്കാം കേട്ടോ, ചിക്കൻ മസാല. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വലിയ ചട്ടി വയ്ക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ചട്ടി ഇടുമ്പോൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5 തക്കാളിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ ചെറുതായിട്ട് അരിയണം, കുനുകുനാന്ന് അരിയണം കേട്ടോ. ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല. അടുത്തില്ലേ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ പകരം നമ്മൾ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ കിടന്ന് ആ തക്കാളി ഒന്ന് നല്ലപോലെ ആയി വരണം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളിക്ക് നല്ലപോലെ പാടി വന്നിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ. അടുത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം കേട്ടോ. അത് നമ്മൾ ഇതേപോലെ ചതച്ചെടുക്കണം, ഒരിക്കലും അരച്ചെടുക്കരുത്. ഇഞ്ചി വെളുത്തുള്ളി ഈക്വൽ അളവിലാണ് എടുക്കുക. രണ്ടും കൂടി ഏകദേശം ഒരു 50 ഗ്രാം വീശം മതി കേട്ടോ മൊത്തം കൂട്ടിയിട്ട്. അപ്പോൾ അതെ, പിന്നെ കുറച്ച് പെരിഞ്ചീരകം കേട്ടോ, അതും കൂടിയും ചേർത്ത് അടിച്ചെടുത്താണിത്. അപ്പോൾ അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തിലോട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുക.
ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, ഇതിൻ്റെ അളവ് ഒരിക്കലും കൂടണ്ട. ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഗരം മസാല വേണ്ട വേറൊരു പൊടി ഇതിലിടുന്നില്ല കേട്ടോ. അടുത്ത് നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്, ഒരു 2 കിലോന് മീതുള്ള ഒരു ചിക്കനാണ് എടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള പീസാണ് കേട്ടോ എടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു 5 സവാള കേട്ടോ, അത് ഇതേപോലെ 5 സവാള ഇതേപോലെ ഗോൾഡൻ കളറായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. പൊരിച്ചിട്ട് വല്ലാണ്ട് കരിഞ്ഞു വരുത്, ഇതേപോലെ ആയി പൊരിച്ചെടുക്കണം. അത് നമുക്ക് ഫുള്ളായിട്ട് ഇപ്പോൾ ഇടുന്നില്ല. അവസാനം നമ്മൾ റൈസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അത് ഇതിന് മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് മല്ലിയില പൊതിയനല്ല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊരു ഫുള്ള് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഫുള്ള് ചെറുനാരങ്ങ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്നേ അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അതിന് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കാം. ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഫ്ലേവറിന് കുറച്ച് ഗരം മസാല അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വേറെ ഒരു പൊടി എന്തെങ്കിലും ചേർക്കുന്നില്ല. ഇത് നല്ലപോലെ സോഫ്റ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ അതിനായിട്ടേ നമുക്കൊരു 20 മിനിറ്റ് അടച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്ലോ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പീസൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. അടുത്ത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ചോറില്ലേ, ചോറ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചാണ്, ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുകളിലോട്ടെ കുറച്ച് ഉള്ളി നമ്മൾ നേരത്തെ പൊരിച്ചത് മാറ്റി വെച്ചിരുന്നു കേട്ടോ. ആ ഉള്ളി അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി. ഇനി മല്ലിയില പുതിനയില കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കേ ദമ്മിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി ദം ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഈ സാധനം ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വേറെ ലെവൽ സാധനമാണ്. കാര്യമായിട്ട് മസാലയൊന്നും ഇല്ലാത്തൊരു ബിരിയാണി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഈ സംഭവം ഉണ്ടാക്കി കൊടുക്കുക. അത്ര അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മളൊന്ന് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വേറെ 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 ലെവൽ കേട്ടോ. അപ്പം ഒന്ന് ഫോളോ ചെയ്യാം നമ്മളെ. ഓക്കെ.